തറയിൽ ബിഷപ്പേ, ഇതിലും നല്ലത് താനും ശിങ്കടികളും തെണ്ടാനിറങ്ങുന്നതല്ലേ? പ്രിയമുള്ളവരെ, ITV ന്യൂസ് പല എപ്പിസോഡുകളായി PVLC എന്ന ഒരു അനാഥവൃദ്ധയുടെ കഥ വാർത്തയായി നൽകിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാൻ തോമസ് തറയിൽ ബിഷപ്പും സംഘവും ചേർന്ന് കോടികൾ പറ്റിച്ചെടുത്ത PVLC. ആ PVLCയുടെ കഥനകഥ ഞങ്ങൾ നിരവധി എപ്പിസോഡുകളായി നൽകിയത് നിങ്ങൾ മറക്കുവാൻ ഇടയില്ലല്ലോ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ആ വാർത്ത നൽകുകയാണ്. പലരും വിചാരിച്ചിട്ടുണ്ടാവാം ഇതിനോടകം ആ പ്രശ്നം അവർ പരിഹരിച്ചു, എൽസിക്ക് നൽകാനുണ്ടായിരുന്ന പണം അവർ നൽകി, ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ അങ്ങനെയല്ല. PVLC ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ല. തൻ്റെ വാർദ്ധക്യകാലത്ത് നോക്കിക്കൊള്ളാം എന്ന വാഗ്ദാനം നൽകി ഡോക്ടർ ശാന്ത മാധവൻ എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ശാന്ത മാധവന്റെ സഹായിയായി ആജീവനാന്തം ജീവിച്ച ആ PVLCക്ക് ഒരു മകളെ പോലെ അവരുടെ സ്വത്തിൻ്റെ ഒരു വിഹിതം നൽകിയ 3 കോടി രൂപ ലൂർദ് മാതാ കെയർ സെന്റർ എന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ നടത്തുന്ന ഈ പള്ളിത്തന്തന്മാരുടെ ഒരു തീവെട്ട് സ്ഥാപനം തട്ടിയെടുത്തു. പല മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവരുടെ വീടുകളിലൂടെ കയറി ഇറങ്ങി ഈ ലോഹയിട്ട പാതിരി കാലന്മാർ ശിഷ്ടകാലം ഡോക്ടർ ശാന്താമാധവന്റെ കാലത്തിന് ശേഷം പൊന്നുപോലെ നോക്കിക്കൊള്ളാം, യാതൊരു കുറവും വരത്തില്ല, ഇൻഷുറൻസ് എടുത്തു നൽകാം, അതുപോലെ തന്നെ മരണം വരെയല്ല മരണാനന്തര ചടങ്ങുകൾ വരെ കൃത്യമായി നടത്തിക്കൊള്ളാം, ഒന്നും പേടിക്കേണ്ട, ആ പണമെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചേരെ എന്നും പറഞ്ഞ് ഇവന്മാർ ആ തുക തട്ടിയെടുത്തു. എന്നിട്ട് അവസാനം നെടുമങ്ങാടുള്ള ഒരു യാചക പുനരധിവാസ കേന്ദ്രത്തിൽ കൊണ്ട് ഇവരെ താമസിപ്പിച്ചു. അവിടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അവിടെ ഉണ്ടായിരുന്ന മർത്തൽമമാർ മോട്ടിച്ചു. ഇവർക്ക് സ്ലോ പോയിസൺ കൊടുത്ത് ഇവരെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ജീവനും കൊണ്ടോടി. PVLC തൻ്റെ മറ്റൊരു ഫ്ലാറ്റിലായിരുന്നു ഇപ്പോൾ താമസം. ഇവർ വാക്ക് നൽകിയ ഒരു കാര്യങ്ങളും പാലിച്ചില്ല. അതിനെ തുടർന്ന് PVLC രേഖാമൂലം പോലീസിന് പരാതി നൽകി, കളക്ടർക്ക് പരാതി നൽകി. അങ്ങനെ ഇവർ നൽകിയ പരാതികളെല്ലാം ഈ സഭയുടെ സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ച് അവർ അടിച്ചമർത്തി ഈ അനാഥവൃദ്ധയെ കബളിപ്പിച്ച് പരിഹസിച്ച് വിടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. PVLCയുടെ ഈ കഥനകഥ അറിഞ്ഞ് ഞങ്ങൾ നിരവധി എപ്പിസോഡുകളായി വാർത്ത നൽകി. ആ വാർത്ത നൽകിയ എനിക്കെതിരെ ഇവർ നിരവധി പരാതികൾ നൽകി. ഒരു മനസ്സലിവ് തോന്നിയെങ്കിലും, അതല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയ്ക്ക് മൊത്തം നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം ഈ കത്തോലിക്ക വിശ്വാസികളെങ്കിലും ഈ നാണവും മാനവും കെട്ട ഈ തറയിൽ ബിഷപ്പിനെയും സംഘത്തെയും ഒന്ന് ഉപദേശിച്ച് നന്നാക്കി ഇവന്മാർക്ക് മനസ്സലിവുണ്ടായി ആ അനാഥവൃദ്ധയുടെ പണം തിരികെ നൽകുമെന്നാണ് കരുതിയതെങ്കിലും അതിതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യവും കൂടി നടന്നു. ഈ ലൂർദ് മാതാ കെയറിന്റെ ചുമതലയുള്ള ആ പണം തട്ടിയെടുത്ത റോണി മാളിയേക്കൽ വിദേശത്തേക്ക് കടന്നു. അവൻ വിദേശത്ത് തട്ടിപ്പുമായി തുടരുന്നു. അതുപോലെ കാലാകാലങ്ങളിൽ ഓരോരുത്തരും ഓരോരോ പാതിരിമാരും മാറി മാറി വരും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എത്തിയ ഒരു പാതിരി PVLCക്ക് ഒരു കത്തയച്ചു. ഓർക്കണം, 3 കോടിയിൽ പരം രൂപ ഈ ലൂർദ് മാതാ കെയർ സെന്ററിന്. ആ സമയത്ത് 3 കോടി രൂപയുണ്ടെങ്കിൽ ആ സ്ഥലവും വാങ്ങി ആ ബിൽഡിങ്ങും പണിത് സകല ചെലവും ആ പൈസയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്രകാരം ഈ PVLCയുടെ പണം കൊണ്ട് മേടിച്ച ആ സ്ഥലവും കെട്ടിടവുമാണ് എന്ന് ഓർക്കണം. അപ്രകാരമുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു സഹായിയായി, ഒരു ഡോക്ടറെ സഹായിയായി, ഒരു കുടുംബജീവിതം പോലും വേണ്ടെന്ന് വെച്ച് നിന്ന ആ അനാഥവൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ സമ്പത്തും പിടിച്ചു പറിച്ച് അവർ വലിയ ലൂർദ് മാതാ കെയർ സെന്റർ എന്ന പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ മറവിൽ കോടികൾ പിരിക്കുകയും കൊയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ആ കെട്ടിടം നിർമ്മിക്കുവാൻ കാരണഭൂതയായ, അതിന് സകല സഹായവും നൽകിയ 3 കോടിയിൽ പരം രൂപ ഈ ലൂർദ് മാതാ കെയർ സെന്ററിന് തന്നെ നൽകിയ ഓരോ പാതിരിമാർക്കും
ലക്ഷങ്ങൾ 10ഉം 15ഉം ലക്ഷം വീതം അവർ നൽകിയിട്ടുണ്ട്. അതൊന്നും ഈ കണക്കിനില്ല. ഈ ലൂർദ് മാതാ കെയർ സെന്ററിന് തന്നെ 3 കോടി രൂപ തൻ്റെ ജീവനാംശമായി ലഭിച്ച ആ 3 കോടി രൂപ നൽകിയ ആ PBLC എന്ന അനാഥവൃദ്ധയ്ക്ക് ഈ ഇന്നലെ കയറി വന്ന ഒരു പാതിരി ജോൺസൺ തെക്കക്കര എന്ന ഒരു പാതിരിപ്പാമ്പ് അവരുടെ ലെറ്റർ ഹെഡിൽ ഒരു കത്തയച്ചു. ആ കത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണം. എത്ര ലാഘവത്തോടെയാണ് ഇന്നലെ കയറി വന്ന ഈ പാതിരിപ്പാമ്പ് ആ ലൂർദ് മാതാ കെയർ സെന്റർ എന്ന കെട്ടിടം പണിയുവാനും ആ സ്ഥലം മേടിക്കുവാനും അതിന് സാമ്പത്തിക സഹായം ചെയ്ത ആ അനാഥവൃദ്ധയ്ക്ക് അയച്ച ആ കണ്ണിച്ചോരയില്ലാതെ അയച്ച ആ കത്ത് നിങ്ങളൊന്ന് കേൾക്കുക. ഫ്രോം ഫാദർ ഡോക്ടർ ജോൺ തെക്കേക്കര, പ്രസിഡന്റ്, ചെയർമാൻ, ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്, ലൂർദ് ഫെറൈൻ ചർച്ച്, PMG പട്ടം PO, തിരുവനന്തപുരം. ടു മിസ്സിസ് LCPV, ഓഷ്യനസ് അപ്പാർട്ട്മെന്റ്സ്, പാങ്ങപ്പാറ, കാര്യവട്ടം PO, തിരുവനന്തപുരം. ലൂർദ് മാതാ കെയർ ട്രസ്റ്റിൽ നിന്നും അങ്ങേക്ക് സ്നേഹാശംസകൾ. ട്രസ്റ്റിൻ്റെ അഭ്യുതകാംക്ഷയും ബെനഫാക്ടറുമായ ഡോക്ടർ ശാന്താമാധവനോടുള്ള നന്ദി സൂചകമായും ട്രസ്റ്റിൻ്റെ ജീവകാരുണ്യപരമായ ആഭിമുഖ്യങ്ങൾ കണക്കിലെടുത്തും ശാന്താമാധവൻ്റെ സഹായിയായിരുന്ന താങ്കൾക്ക് പരസഹായം ആവശ്യമായി വരുമ്പോൾ വേണ്ട പരിചരണവും സംരക്ഷണവും നൽകാമെന്നും നെടുമങ്ങാട് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള വൃദ്ധസദനത്തിൽ ഒരു മുറി ഉപയോഗത്തിനായി തരാമെന്നും ഒരു അനുവാദം എന്ന നിലയിൽ ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചിരുന്നതാണ്. അതനുസരിച്ച് താങ്കൾക്ക് ആവശ്യമായ സംരക്ഷണവും പരിചരണവും ഇൻഷുറൻസ് പരിരക്ഷയും ട്രസ്റ്റിൻ്റെ ചുമതലയിൽ നൽകിയിരുന്നതുമാണ്. എന്നാൽ താങ്കളുടെ സ്വഭാവത്തിലും രീതികളിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ട്രസ്റ്റിൻ്റെ ചുമതലക്കാരോട് അകാരണമായി വിരോധത്തോടെ ഇടപെടുകയും സത്യവിരുദ്ധമായ കാര്യങ്ങളും അപവാദങ്ങളും പ്രചരിപ്പിക്കുകയും കേസുകളും പരാതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. താങ്കൾ 2022 മുതൽ നെടുമങ്ങാടുള്ള വൃദ്ധസദനത്തിലെ താമസം സ്വയം ഉപേക്ഷിച്ച് താങ്കളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നതാണ്. തിരികെ വന്ന് മറ്റ് അന്തേവാസികൾക്കൊപ്പം ട്രസ്റ്റിൻ്റെ അധികാരികൾ നിശ്ചയിക്കുന്ന നിബന്ധനകൾ പ്രകാരം താമസിക്കുന്നതിന് താങ്കൾ തയ്യാറല്ല എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ ലൂർദ് മാതാ കെയർ ട്രസ്റ്റുമായി ഉണ്ടാക്കിയ വിഷയങ്ങളും തുടർന്ന് ട്രസ്റ്റിനും അതിരൂപതയ്ക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകളും ട്രസ്റ്റിൻ്റെ ബോർഡ് മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്തു. അഭിനന്ദ തോമസ് തറയിൽ പിതാവിന് എതിരായും ട്രസ്റ്റിനെതിരായും ചില നവമാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടെ സത്യവിരുദ്ധവും അപകീർത്തിപരവുമായ വാർത്തകൾ, വീഡിയോകളും താങ്കൾ പ്രചരിപ്പിച്ചിട്ടുള്ളതുമാണ്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പോലീസിലും ലീഗൽ സർവീസ് അതോറിറ്റിയിലും താങ്കൾ അടിസ്ഥാനരഹിതമായ പരാതി നൽകുകയും ചെയ്തു. അവയെല്ലാം അതിരൂപതയ്ക്കും അഭിവന്ദ്യ പിതാവിനും ട്രസ്റ്റിനും വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായിട്ടുള്ളതാണ്. 2019 ഫെബ്രുവരി, നവംബർ മാസങ്ങളിൽ ഉണ്ടാക്കിയതായി പറയുന്ന സമ്മതപത്രത്തിൽ വസ്തുതാപരമായ തെറ്റുകൾ ഉള്ളതാണ്. അതിൽ പറയുന്ന സംഭാവനകൾ സംബന്ധിച്ച പരാമർശങ്ങൾ പൂർണ്ണമായും ശരിയല്ല. ഈ സമ്മതപത്രങ്ങൾക്ക് വസ്തുതാപരമായോ നിയമപരമായോ നിലനിൽപ്പില്ലാത്തതിനാലും താങ്കൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വൃദ്ധസദനത്തിലെ താമസം ഉപേക്ഷിച്ച് പോയതിനാലും ഈ സമ്മതപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്യുവാൻ ട്രസ്റ്റിന് ഉത്തരവാദിത്വമോ ബാധ്യതയോ ഇല്ല. മേൽ സാഹചര്യത്തിൽ വൃദ്ധസദനത്തിൽ തിരികെ വന്ന് താമസിക്കുന്നതിന്, അവിടെ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് താങ്കൾക്ക് അവകാശമില്ലെന്നും താങ്കളുടെ സംരക്ഷണം, ചികിത്സകൾ, മൃതസംസ്കാരം, മരണാനന്തര കർമ്മങ്ങൾ തുടങ്ങിയ യാതൊരു കാര്യങ്ങൾക്കും ട്രസ്റ്റിന് ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയുമില്ലെന്നും 2026 ജനുവരി 29 ബോർഡ് മീറ്റിംഗിൽ നിശ്ചയിച്ചിട്ടുള്ള വിവരം താങ്കളെ അറിയിക്കുന്നു. ആകയാൽ ലൂർദ് മാതാ കെയർ ട്രസ്റ്റിനും ആയതിൻ്റെ ചുമതലക്കാർക്കും എതിരെയുള്ള അനാവശ്യ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവസാനിപ്പിക്കണമെന്നും ട്രസ്റ്റിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി യാതൊരു ഇടപെടലുകളും താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് സ്നേഹബുദ്ധിയ അറിയിക്കുന്നു. സ്നേഹാശംസകളോടെ ഫാദർ ഡോക്ടർ ജോൺ തെക്കേക്കര. ഈ പാതിരി ആ കത്തിൽ പരാമർശിച്ചേക്കുന്ന ചില വാക്കുകൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ശാന്താമാധവൻ്റെ സഹായി മാത്രം എന്നാണ് ഇതിനകത്തേക്ക് അവർ പറഞ്ഞിരിക്കുന്നത്. സഹായി, അതായത് ഇവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഡോക്ടർ ശാന്താമാധവനോട് മാത്രം എന്ന തരത്തിലാണ് ഇയാൾ പറഞ്ഞു വെച്ചത്. അന്നേരം അതുകൊണ്ട് നിർദാക്ഷിണ്യം അവർക്കിനി അവർ മരിച്ചാലും ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല എന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ തീവട്ടിക്കൊള്ളയൊക്കെ ഞങ്ങൾ തുടരും, അതിന് തടസ്സമൊന്നും നിൽക്കരുത്, അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം എന്നുള്ളൊരു ഉപദേശത്തോടു കൂടിയാണ് ഈ പാതിരിപ്പാമ്പ് ആ കത്ത് അവസാനിപ്പിച്ചേക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് i2 ന്യൂസ് നൽകിയ ആ വാർത്തയുടെ പ്രസക്ത ഭാവം നിങ്ങൾ ഒന്നുകൂടെ കാണുക. ആ എപ്പിസോഡിൽ ഞങ്ങൾ കൃത്യമായി PBLCക്ക് ഈ തോമസ് തറയിൽ എന്ന ഈ നാണം കെട്ട ബിഷപ്പും അന്നത്തെ ലൂർദ് മാതാ കെയർ സെൻ്ററിൻ്റെ ഭാരവാഹികളായ റോണി മാളിയേക്കലും
മറ്റൊരു വൈദികനും അദ്ദേഹം അന്തരിച്ചു. അവരും ചേർന്ന് ആ 3 പേരും ചേർന്ന് അന്നത്തെ രൂപതയുടെ ചുമതലയുണ്ടായിരുന്ന സഹായമെത്രാനായിരുന്ന തോമസ് തറയിൽ ആണ് ഒന്നാമത് ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുപോലെ അതിലെ രണ്ടാമത് ഒപ്പിട്ടിരിക്കുന്ന റോണി മാളിയേക്കൽ എന്നവൻ, അവൻ വിദേശത്താണ്. ഈ 3 കോടി കൂടാതെ ലക്ഷങ്ങൾ ഈ PVLCയെ പറ്റിച്ച് പിടുങ്ങി അവൻ്റെ വീടടക്കം പണിതിട്ടുള്ള ഒരു നാണംകെട്ട പാതിരിപ്പാമ്പാണ് അവൻ. അന്ന് ഇവർ ചേർന്ന് എഴുതി കൊടുത്ത ആ മുദ്രപേപ്പറിൽ എഴുതി കൊടുത്ത വളരെയേറെ ലീഗൽ സാങ്ക്ടിറ്റിയുള്ള ആ എഗ്രിമെന്റ് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിക്കാം. അതൊന്ന് കേൾക്കുക. 2019 ആണ്ട് നവംബർ മാസം 21 തീയതി തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ PT ചാക്കോ നഗറിൽ പ്രവർത്തിക്കുന്ന ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രജിസ്റ്റർ നമ്പർ 4/128/2008, പാൻ നമ്പർ AATL 74532, രക്ഷാധികാരി ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിലും ചെയർമാൻ വെരി റവറൻ ഫാദർ ജോസ് വിരിപ്പൽ, ഡയറക്ടർ ഫാദർ റോണി സക്കറിയാസും കൂടി തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടം ഓഷ്യനസ് ഹൈറ്റ്സിൽ ഫ്ളാറ്റ് നമ്പർ 1303 താമസിക്കുന്ന ശ്രീമതി LCPBയുടെ പേരിൽ എഴുതി നൽകുന്ന സമ്മതപത്രം. ശ്രീമതി ശാന്താമാധവനും ഡിയാളുടെ സഹായിയുമായ LCPBയും ലൂർദ് മാതാ കെയറിന്റെ തിരുവനന്തപുരം നഗരത്തിലെ പലവിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഏറെ മതിപ്പോടെ വീക്ഷിക്കുകയും കഴിവിനൊത്ത് പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു വരുന്നു. ലൂർദ് മാതാ കെയറിനു വേണ്ടി മെഡിക്കൽ കോളേജിന് സമീപം PT ചാക്കോ നഗറിൽ 19 സെന്റ് സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചപ്പോൾ ശ്രീമതി ഡോക്ടർ ശാന്താമാധവൻ ശ്രീമതി LCPBക്ക് നൽകിയ 3 കോടി രൂപ ലൂർദ് മാതാ കെയറിന് സംഭാവനയായി നൽകുകയും ചെയ്തിരുന്നു. അതിന് നന്ദിയായി താഴെ പറയുന്ന കാര്യങ്ങൾ ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും LCPBക്ക് ചെയ്യുന്നതാണെന്ന് ഇതിനാൽ ഉറപ്പു നൽകുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ ലൂർദ് മാതാ കെയറിന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് കൊല്ലങ്കാവ് പണിതിട്ടുള്ള വൃദ്ധസദനത്തിൽ ബാത്ത് അറ്റാച്ച്ഡായി പണിതിട്ടുള്ള റൂം നമ്പർ 9 സ്വന്തമായി ഉപയോഗിക്കുവാൻ ശ്രീമതി LCPBക്ക് നൽകുന്നതാണ്. ശ്രീമതി LCPBക്ക് പരസഹായം ആവശ്യമായി വരുമ്പോൾ പരിചരണവും സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്നതാണ്. ശ്രീമതി LCPBയുടെ അനുദിന ആവശ്യങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ സഹായം നെടുമങ്ങാട് കൊല്ലങ്കാവ് മദർ തെരേസ ഓൾഡ് ഏജ് ഹോം ക്രമീകരിക്കുന്നതാണ്. ശ്രീമതി LCPBക്ക് ആവശ്യമായ നഴ്സിംഗ് കെയർ, ആശുപത്രിവാസം എന്നിവയ്ക്കും ക്രമീകരണവും അതിലേക്ക് ആവശ്യമായ ചെലവുകളും മരണം വരെ മദർ തെരേസ ഓൾഡ് ഏജ് ഹോം വഹിക്കുന്നതുമാണ്. സമാധാനപൂർണ്ണമായി ജീവിതം നയിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതുമാണ്. ശ്രീമതി LCPBയുടെ സെപ്റ്റംബർ 23 ജന്മദിനത്തിലും ഡോക്ടർ ശാന്താമാധവന്റെ ഒക്ടോബർ 11 മരണദിനത്തിലും ഭർത്താവ് A മാധവന്റെ സെപ്റ്റംബർ 8 മരണദിനത്തിലും വൃദ്ധസദനത്തിലും ലൂർദ് മാതാ കെയറിലുമുള്ള അന്തേവാസികൾക്ക് സദ്യയും നൽകുന്നതുമാണ്. ശ്രീമതി LCPBക്ക് മരണവേളയിൽ അനുയോജ്യമായ മൃതദേഹ സംസ്കാര ശുശ്രൂഷ ലൂർദ് മാതാ കെയറിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കുന്നതാണ്. ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്ത നന്മകൾക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമതി LCPBക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിനാവശ്യമായ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം സമ്മതിച്ച് ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഈ സമ്മതപത്രം എഴുതി കൊടുത്ത മാർ തോമസ് തറയിൽ, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ. 2. വെരി റവറൻ ഫാദർ ജോസ് വിരിപ്പൽ, ചെയർമാൻ ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്, തിരുവനന്തപുരം. 3. ഫാദർ റോണി സക്കറിയാസ് മാളിയേക്കൽ, ഡയറക്ടർ ലൂർദ് മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ്, തിരുവനന്തപുരം. കണ്ടല്ലോ, ഈ എഗ്രിമെന്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ശാന്താമാധവനും അവരുടെ സഹായിയായ PVLCയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള PT ചാക്കോ നഗറിലെ ലൂർദ് മാതാ കെയർ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകം താല്പര്യം തോന്നുകയും അവർക്ക് നൽകിയ, വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട്, ആ ഭാഗം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. PVLCയുടെ നൽകിയ ആ 3 കോടി രൂപയാണെന്ന് ഈ എഗ്രിമെന്റിൽ പറയുന്ന ആ ഭാഗം ഒന്നുകൂടെ നിങ്ങൾ കേൾക്കുക. ലൂർദ് മാതാ കെയറിന് വേണ്ടി മെഡിക്കൽ കോളേജിന് സമീപം PT ചാക്കോ നഗറിൽ 19 സെന്റ് സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചപ്പോൾ ശ്രീമതി ഡോക്ടർ ശാന്താമാധവൻ ശ്രീമതി LCPBക്ക് നൽകിയ 3 കോടി രൂപ ലൂർദ് മാതാ കെയറിന് സംഭാവനയായി നൽകുകയും ചെയ്തിരുന്നു. ഈ എഗ്രിമെന്റിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്കാണ് ഈ പാതിരിപ്പാമ്പ് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിൽ ഈ കത്തയച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ 3 കോടി മേടിച്ചിട്ടുണ്ട്, അതിന് തിരിച്ച് നന്ദി സൂചകമായി എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റും ഈ കത്തിൽ പറയുന്നുണ്ട്. അതിനെ എല്ലാം നള്ളിഫൈ ചെയ്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 20/2/2026 ഈ പാതിരിപ്പാമ്പ് ഇപ്രകാരം ഒരു
മനസാക്ഷിയില്ലാത്ത ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ ലോഹ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ നാണം കെട്ട ഈ പിടിച്ചുപറിക്കാരന്മാരാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നും പറഞ്ഞ് ഒരു രൂപതയെ നയിക്കുന്നതും വിശ്വാസികളെ നിർവഴിക്ക് നടത്താനും ശ്രമിക്കുന്നത്. ഇതിനേക്കാളും നല്ലത് ഗോവിന്ദച്ചാമിയോ അതല്ലെങ്കിൽ വല്ല ചമ്പൽ കൊള്ളക്കാരന്മാരോ അവന്മാരുടെ പുറകെ പോകുന്നതല്ലേ നല്ലത്. നാണം കെട്ട തോമസ് തറയിൽ ബിഷപ്പേ, നീ ഈ നാണം കെട്ട പണിക്ക് പോകുന്നതിന് പകരം ഈ അനാഥവൃദ്ധയെ പറ്റിച്ച നീ ഗതി പിടിക്കുമോ? ഇതിനേക്കാളും നല്ലത് നീ വല്ല പിടിച്ചു പറിക്കും, നിന്റെ ആ കുപ്പായം ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് ആ ചങ്ങനാശ്ശേരി മീൻചന്തയിൽ ഇറങ്ങി വല്ല പിടിച്ചു പറിക്കും പോകുന്നതല്ലടാ തോമസ് തറയിൽ എന്ന നാണം കെട്ടവനെ നിനക്ക് നല്ലത്. നിന്റെ ആ വീട്ടുപേര് അനർത്ഥമാക്കുന്ന വിധം നീ വെറും തറയായി പോയല്ലോ. ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയ്ക്ക് നിനക്ക് നാണമില്ലേ? ഈ അനാഥവൃദ്ധയെ പറ്റിച്ചിട്ട് വേണം നിനക്ക് ജീവിക്കുവാൻ. കത്തോലിക്കാ സഭയിലെ നാണവും മാനവും ഉള്ള വിശ്വാസികൾ ഈ നാണം കെട്ട തറയിൽ ബിഷപ്പിനോട് പറഞ്ഞു കൊടുക്കുക, ഈ നാണം കെട്ടവനോട് ഈ അനാഥവൃദ്ധയുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ. അല്ലെങ്കിൽ നിന്റെ സഭയും ഇപ്പൊ കണ്ടോ, ചന്ത് കാണിച്ചു വേണോ മുൻഭാഗം കാണിച്ചു വേണോ പറഞ്ഞ് തമ്മിലടി തുടങ്ങി. നിന്റെ സഭയുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഈ വൃദ്ധയുടെ കണ്ണീര് വീണാൽ നിന്റെ സഭ, നിന്റെ കുടുംബം, നിന്റെ പ്രസ്ഥാനം, നിന്റെ രൂപത വെന്തു വെണ്ണീറാവും എന്ന കാര്യം നീ മറന്നുപോകരുത്. ഇപ്രകാരം യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഈ പാതിരിപ്പാമ്പിനോടും തറയിൽ ബിഷപ്പിനോടും ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഈഴവ സമുദായാംഗമായിരുന്ന ഡോക്ടർ ശാന്താമാധവൻ ഈ പറയുന്ന തറയിൽ ബിഷപ്പിന്റെ കുഞ്ഞമ്മയായിരുന്നു. ഈ ഈഴവ സമുദായാംഗമായിരുന്ന ഈ ഡോക്ടർ ശാന്താമാധവൻ, ആ ശാന്താമാധവനും കത്തോലിക്കാ സഭയും അതല്ലെങ്കിൽ ചങ്ങനാശ്ശേരി രൂപതയും അതല്ലെങ്കിൽ തോമസ് തറയിൽ ബിഷപ്പുമായിട്ട് എന്തായിരുന്നു ബന്ധം? എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ശാന്താമാധവൻ നിങ്ങൾക്ക് 3 കോടി രൂപ നൽകിയത്? നിങ്ങൾ മറുപടി പറയണം. അതുപോലെ ഈ എഗ്രിമെന്റിന് സാങ്കേതികമായി നിലനിൽപ്പില്ലെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും അതിൽ പറഞ്ഞ തുകയ്ക്ക് കണക്കില്ലെന്നും ഒക്കെ നിങ്ങൾ പറയുന്നു. ഈ തുക നീയൊക്കെ ചേർന്ന് മോട്ടിച്ചതല്ലേ? ഈ അഗ്രിമെന്റിൽ ഇപ്രകാരം എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, എടാ ബിഷപ്പെ, നീ അന്ന് കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നോ? അതോ നീ ചാരായം അടിച്ചിട്ടായിരുന്നോടാ തോമസ് തറയിൽ ബിഷപ്പെ ഈ അഗ്രിമെന്റ് നീ സാധുശ്രീക്ക് എഴുതി കൊടുത്തത്? അതല്ലെങ്കിൽ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് ആരെങ്കിലും നിന്റെ കയ്യിൽ ബലമായി ഒപ്പിടിയിപ്പിച്ചതാണോ? അങ്ങനെയെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ PVLC നിരവധി പരാതികൾ കൊടുത്തിട്ടും കോടതിയെ സമീപിച്ചിട്ടും മാധ്യമങ്ങളിലൂടെ നീ കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ട് PVLCക്കെതിരെ ഇതൊരു വ്യാജരേഖ ചമച്ചതാണ് എന്ന് പറഞ്ഞ് നീ ഇതുവരെ ഒരു കേസ് ഒരു പോലീസ് സ്റ്റേഷനും കൊടുത്തില്ല, ഒരു കോടതിയിലും ഫയൽ ചെയ്തില്ല? അവർക്കിപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു, നടക്കുവാൻ പറ്റത്തില്ല, ആ അനാഥവൃദ്ധയെ സഹായിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ് നീ തന്തയില്ലായ്മ കാണിക്കുമ്പോൾ ഓർക്കുക, ഇതെല്ലാം കാണുന്ന ഒരു സർവശക്തൻ മേളിലുണ്ട്. നിന്റെ ഈ നാറിയ കുപ്പായത്തിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. നീ കിടന്ന് നരകയാതന അനുഭവിക്കുന്നത് ഈ ലോകത്തുള്ള ജനങ്ങൾ കാണും എന്ന് മനസ്സിലാക്കുക. ആ സാധുശ്രീയെ അവരുടെ പണം തട്ടിയെടുത്ത് സ്ലോ പോയിസൺ നടത്തി കൊല്ലുവാൻ ശ്രമിച്ച് അവരവിടുന്ന് രക്ഷപ്പെട്ടു വന്ന അവർ അവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നു. ആ കാരണം കൊണ്ടല്ലേ, ജീവനിൽ പേടിയുള്ള കൊണ്ടല്ലേ, നിന്നെയൊക്കെ ഭയന്നല്ലേ അവർ അവിടെ നിൽക്കാത്തത്? എന്നിട്ട് കൈ കഴുകുന്നു. നാണവും മാനവും കെട്ടവനെ, ഈ കത്തോലിക്കാ സഭയ്ക്ക് തന്നെ കളങ്കമായ ഈ നാണം കെട്ടവനെ, എന്നെ ശ്രമിക്കുന്നവരെ, പ്രിയമുള്ള ജനങ്ങളെ, ഈ ചങ്ങനാശ്ശേരിയുടെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈ നാണം കെട്ടവന്, ഈ മാനം കെട്ടവന് ഒരു മാനസാന്തരം ഉണ്ടാവാൻ ഈ നോമ്പുകാലത്തെങ്കിലും നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഇവന്റെ കുടുംബം, ഇവന്റെ സഭ വെന്ത് വെണ്ണീറാവാതിരിക്കാൻ നിങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നാണം കെട്ട ബിഷപ്പെ, നീ പാവപ്പെട്ട സ്ത്രീയുടെ പണം കൊടുക്കുക, അതല്ലെങ്കിൽ നീ ചങ്ങനാശ്ശേരി മീൻ മാർക്കറ്റിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നീ പിടിച്ചു പറിക്കാൻ പോവുക, അല്ലെങ്കിൽ നീ ഒരു തോർത്തും പിരിച്ച് അവിടെ ഇരിക്കുക, നീ തെണ്ടാനിരിക്കുക. നിനക്ക് ദാരിദ്ര്യമാണെങ്കിൽ അവിടെ മീൻ മേടിക്കാൻ വരുന്നവരെങ്കിലും കരുണ തോന്നി നിനക്ക് പണം തരും. ഈ സാധുശ്രീയുടെ പണം തട്ടിയെടുത്ത ഈ നാറിയ സഭയും അതിൻ്റെ മെത്രാന്മാരും അതിൻ്റെ സകല കുപ്പായ തൊഴിലാളികളും കൂതാശ തൊഴിലാളികളും ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് നിനക്ക് മറുപടി ഉണ്ടോ? നീ കഞ്ചാവ് അടിച്ചിട്ടാണോ ഒന്ന് ഈ അഗ്രിമെന്റ് എഴുതി കൊടുത്തത്? നീ വെള്ളമടിച്ച് ബോധമില്ലാതെ കിടന്നപ്പോഴാണോ നീ ഈ അഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തത്?
അതോ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് ആരെങ്കിലും ബലമായി കയ്യിൽ പിടിച്ച് ഒപ്പിടിപ്പിച്ചതാണോ? ഇതൊരു വ്യാജരേഖയാണെന്ന് നിന്റെ നെഞ്ചിൽ കൈവച്ച് നീ പറയാൻ പറ്റുമോ? നീ പറയുമായിരിക്കും. കാരണം നിനക്ക് യാതൊരു നാണവും മാനവും കെട്ടവനാണ് നീ ചിലപ്പോൾ രക്ഷപ്പെടുവാൻ വേണ്ടി, താൽക്കാലികമായി രക്ഷപ്പെടുവാൻ വേണ്ടി ആ കള്ളം പറയും. പക്ഷേ പ്രിയമുള്ളവരെ, ഈ ചങ്ങനാശ്ശേരിയിലെ ഈ ആർച്ച് ബിഷപ്പ്, ഈ നാണം കെട്ടവൻ, ഇവൻ മദ്ബഹയിൽ നിന്ന് നിങ്ങളോട് ഉപദേശിക്കാൻ വരും. അവൻ വലിയ കൊണോധികാരം അടിച്ചുകൊണ്ടുവരും. അന്നേരം ഇവന്റെ മുഖത്ത് നോക്കി നിങ്ങൾ കാർക്കിച്ച് തുപ്പിയിട്ട് പറയണം, നാണം കെട്ടവനെ, മാനം കെട്ടവനെ, നീ പിടിച്ചു പറിക്കാൻ പോകുന്നല്ലേ ഇതിലും നല്ലത്. ആ സാധുശ്രീയുടെ അനാഥവൃത്തിയുടെ പറ്റിച്ച ആ 3 കോടി നീ തിരിച്ചു കൊടുക്ക്, എന്നിട്ട് നീ നിന്റെ മറ്റേ ഉപദേശം നടത്ത് എന്ന് പറഞ്ഞ് ഇവനെ ആട്ടിപ്പുറത്താക്കുക. ദൈവത്തിൽ വിശ്വാസമുള്ള വിശ്വാസികൾ ചെയ്യേണ്ടുന്നത് ഇതാണ്. ഇതിനെതിരെ നീ ഏത് പോലീസ് സ്റ്റേഷനിലോ ഏത് കോടതിയിലോ വേണേലും പരാതി കൊടുത്തു. ഞാൻ ഈ പറഞ്ഞതിൽ അന്നും എവിടെയും അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കും. കാരണം ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് കള്ളമല്ല. ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. തോമസ് തറയിൽ ബിഷപ്പേ, നീ അനുഭവിക്കും. ഈ സാധുശ്രീയുടെ കാഴ്ച ഇപ്പോൾ പോയി. PVLCയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നടക്കാൻ സാധിക്കത്തില്ല. അവിടെ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുവാൻ പോലും മാർഗമില്ലാതെ അവർ വിഷമിക്കുകയാണ്. ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലും നിന്നെയൊക്കെ വിശ്വസിച്ച് പള്ളിത്തന്തന്മാരാണല്ലോ പാതിരിമാരാണല്ലോ എന്ന് കരുതി ആ ജീവനാംശമായി കിട്ടിയ ആ 3 കോടി രൂപയും അവസാന കാലം നോക്കും എന്ന് വിശ്വസിച്ച് നിന്നെയൊക്കെ ഏൽപ്പിച്ച ആ സാധുശ്രീ ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി വകയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നീ നിന്റെ അരമനയിൽ നീ വിശ്വാസികളെ വഞ്ചിച്ച ആ അമൃതത്തേതും കഴിച്ച് ഇരിക്കുമ്പോൾ നീ ഓർക്കുക, ഓരോ ദിവസവും നിന്നെ പ്രതി, നിന്റെ തട്ടിപ്പിനെ പ്രതി കണ്ണീരൊഴുക്കുന്ന ഒരു അനാഥവൃദ്ധ ഈ തിരുവനന്തപുരത്തുണ്ട്. നീ എന്ന് ഓർക്കുക. നീയും നിന്റെ സഭയും നശിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.